ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. ബിജെപി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് പദവി നൽകി കോൺഗ്രസ്. അധ്യാപക നിയമനത്തിന് മാനേജ്മെന്റ് 1 കോടി രൂപ വരെ കൈക്കൂലി വാങ്ങുമെന്ന് ജി സുധാകരൻ. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി CN മോഹനൻ തുടരും. മച്ചാട് മാമാങ്കത്തിന് നക്ഷത്രപന്തൽ ഒരുക്കുന്നു. കാൽനാട്ടുകർമ്മം നടന്നു. പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ പങ്കെടുത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ. പുന്നമ്പറമ്പിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞു. PG വാഴാനി ടൂറിസം പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് പദവി നൽകി കോൺഗ്രസ്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് പദവി നൽകി കോൺഗ്രസ്. KPCC വക്താക്കളുടെ പട്ടികയിൽ അധ്യക്ഷൻ K സുധാകരൻ സന്ദീപ് വാര്യരെ കൂടി ഉൾപ്പെടുത്തി. പുനഃസംഘടനയിൽ സന്ദീപിന് കൂടുതൽ സ്ഥാനം നൽകും. ആദ്യഘട്ടമെന്ന നിലയിലാണ് വക്താവാക്കുന്നതെന്നാണ് വിവരം. KPCC പുനഃസംഘടനയിൽ KPCC ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി പദവിയിലേക്കാണ് സന്ദീപിനെ പരിഗണിക്കുക. ചാനൽ ചർച്ചയിൽ BJPയുടെ മുഖമായിരുന്ന സന്ദീപ് വാര്യർക്ക് ഇനി കോൺഗ്രസിന് പ്രതിനിധിയായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാം. അധ്യാപക നിയമനത്തിന് മാനേജ്മെന്റ് 1 കോടി രൂപ വരെ കൈക്കൂലി വാങ്ങുമെന്ന് ജി സുധാകരൻ. അധ്യാപക നിയമനത്തിന് മാനേജ്മെന്റ് 1 കോടി രൂപ വരെ കൈക്കൂലി വാങ്ങുന്നുവെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. ഇത് തടയാൻ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലയിലെ 2 കോളേജുകളിൽ 40 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് നിയമനത്തിനായി കൈക്കൂലി വാങ്ങുന്നത്. സർക്കാരാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. എന്നിട്ടും അധ്യാപകരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുകയാണിവരെന്നും സുധാകരൻ പറഞ്ഞു. സർക്കാർ സംവിധാനം പോലെ രാഷ്ട്രീയത്തിലും റിട്ടയർമെന്റ് വേണമെന്ന് മുൻമന്ത്രിയും CPM നേതാവുമായ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും വലിയ ചർച്ചയായി മാറിയിരുന്നു. കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. താൻ 62 വർഷമായി പാർട്ടിയിലില്ലെന്നും ഇവിടെ പെൻഷനും ഗ്രാറ്റുവിറ്റിയുമൊന്നും ഇല്ലെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. പ്രായപരിധി കഴിഞ്ഞവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. ഭാര്യയ്ക്ക് പെൻഷൻ ഉള്ളതുകൊണ്ട് താൻ ജീവിച്ചു പോകുന്നു. MLA ആയിരുന്നതുകൊണ്ട് 35,000 രൂപ തനിക്ക് പെൻഷൻ കിട്ടും. ചികിത്സാ സഹായവുമുണ്ട്. പക്ഷേ എല്ലാവരുടെയും കാര്യം അങ്ങനെയല്ലെന്ന് സുധാകരൻ പറഞ്ഞു. സഹകരണ വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ എല്ലാം കൊള്ളയടിക്കപ്പെട്ട നിലയിലായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കാൻ 10 പൈസയില്ലായിരുന്നു. VS സർക്കാർ പണം മുടക്കിയാണ് സഹകരണ മേഖലയെ സംരക്ഷിച്ചത്. പെൻഷൻ നൽകണമെന്ന് എഴുതിവെച്ചാൽ പോരാ, അത് നൽകണം. അങ്ങനെയുള്ള ഒരുപാട് മന്ത്രിമാർ ഉണ്ട്. ചില മന്ത്രിമാർ എല്ലാം തങ്ങളാണ് തുടങ്ങിയതെന്ന് പറയും. അതെല്ലാം ശരിയാകണമെന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി CN മോഹനൻ തുടരും. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി CN മോഹനൻ തുടരും. എറണാകുളം ജില്ലാ കമ്മിറ്റി 46 അംഗ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ 11 പേർ പുതുമുഖങ്ങളാണ്. 10 പേർ ഒഴിവായിട്ടുണ്ട്. C മണി, KJ മാക്സി, CN സുന്ദരൻ, P വാസുദേവൻ, KK ഏലിയാസ്, KA ജോയ്, TV നിതിൻ, KV മനോജ്, ഷിജി ശിവജി, AR രഞ്ജിത്ത്, അനീഷ് M മാത്യു എന്നിവരാണ് പുതുമുഖങ്ങൾ. പുഷ്പദാസ്, PS ശൈല, K തുളസി, TV അനിത, NC ഉഷാകുമാരി, ഷിജി ശിവജി എന്നീ 6 വനിതകളും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മച്ചാട് മാമാങ്കത്തിന് നക്ഷത്രപന്തൽ ഒരുക്കുന്നു. കാൽനാട്ടുകർമ്മം നടന്നു. പ്രസിദ്ധമായ മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന കാഴ്ചപ്പന്തലിന്റെ കാൽനാട്ടുകർമ്മം മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ നടന്നു. ക്ഷേത്രം മേൽശാന്തി സുരേഷ് എംബ്രാന്തിരി, തന്ത്രി പാലക്കാട്ടിരി മനിക്കൽ ശങ്കരൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭൂമി പൂജ നടത്തി. NK പന്തൽവർക്കാണ് പ്രത്യേക രീതിയിലുള്ള നക്ഷത്രപന്തൽ ഒരുക്കുന്നത്. മച്ചാട് മാമാങ്കം പുന്നമ്പറമ്പ് ദേശം രക്ഷാധികാരികളായ P രാധാകൃഷ്ണൻ, MN കൃഷ്ണൻകുട്ടി, മച്ചാട് മാമാങ്കം പുന്നമ്പറമ്പ് ദേശം പ്രസിഡന്റ് K രാമചന്ദ്രൻ, സെക്രട്ടറി TS ജയൻ, ട്രഷറർ CA നന്ദകുമാർ, മച്ചാട് മാമാങ്കം പനങ്ങാട്ടുകര കല്ലമ്പാറ ദേശം പ്രസിഡന്റ് KK ശിവദാസ് എന്നിവർ പങ്കെടുത്തു. ഫെബ്രുവരി 18-നാണ് പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം. ഫെബ്രുവരി 14-ന് പറ പുറപ്പെടും. ഫെബ്രുവരി 2-ന് പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾ നടക്കും. ഊഴമനുസരിച്ച് പുന്നമ്പറമ്പ് ദേശക്കാരാണ് ഈ വർഷത്തെ മച്ചാട് മാമാങ്കത്തിന്റെ ചുമതലക്കാർ. പുന്നമ്പറമ്പ് വിഭാഗം നേതൃത്വം നൽകുകയാണ്. അതിൻ്റെ ആദ്യ ചടങ്ങ് തന്നെ മകരച്ചൊവ്വ ദിവസം ദേശപ്പാന കഴിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. അതിൻ്റെ 2ാം ഭാഗമായ അലങ്കാരപ്പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം പാലിക്കാട്ടിരി മനക്കിലെ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു.
ഇനി അടുത്ത് ഫെബ്രുവരി 2-ാം തീയതി പ്രതിഷ്ഠാ ദിനമാണ്. ഭഗവതിയുടെ പിറന്നാൾ അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ചടങ്ങുകളെല്ലാം കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഉത്സാഹപൂർവ്വം നാട് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി 12-ാം തീയതി കാവ് കൂറിയിടൽ ചടങ്ങാണ്. അത് കഴിഞ്ഞ് 14-ാം തീയതി പറവറപ്പാട് മുതൽ അങ്ങോട്ട് 18-ാം തീയതി മച്ചാട് മാമാങ്കം. അങ്ങനെ എല്ലാ രീതിയിലും പുനർമ്പ് വിഭാഗം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളത് പ്രാർത്ഥനയോടുകൂടി ഭഗവതിയുടെ മുന്നിൽ പ്രാർത്ഥനയോടുകൂടി കാത്തു നിൽക്കുകയാണ് ആ ദിവസത്തിന് വേണ്ടി. അതിലെല്ലാവരുടെയും സഹകരണവും സഹവർത്തിത്വവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പഞ്ചാരക്കൊല്ലയിലെ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ പങ്കെടുത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് വനം മന്ത്രി M.K. ശശീന്ദ്രൻ. പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിക്കടുവയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ പങ്കെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് വനംമന്ത്രി A.K. ശശീന്ദ്രൻ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രമങ്ങൾക്ക് അഭിനന്ദനമെന്നും ജനങ്ങൾക്കിനി സമാധാനപരമായി ഉറങ്ങാമെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ ഇത്തരം ദൗത്യങ്ങൾ നിർത്താൻ ആലോചിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ഉണ്ടാകും. ഇതിനായുള്ള ക്രമീകരണങ്ങൾ ഉടൻ നടത്തും. സംശയമുള്ള പ്രദേശങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തുമെന്നും ഓപ്പറേഷൻ വയനാട് 2ാം ഘട്ടം ഉടൻ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. പുന്നംപറമ്പിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞു. പുന്നംപറമ്പിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞു വീണു. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും ഊരോക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഊരോക്കോട് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. PG വാഴാനി ടൂറിസം പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. PG വാഴാനി ടൂറിസം കോറിഡോർ പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. രാത്രിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മച്ചാട് മാമാങ്കത്തിന് മുന്നോടിയായി നവീകരിച്ച റോഡ് നാടിന് സമർപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA അറിയിച്ചു. തെക്കുംകര പഞ്ചായത്തിലെ കരിമത്ര മുതൽ മാടക്കത്തറ പഞ്ചായത്തിലെ പൊങ്ങണങ്കാട് വരെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 62 കോടി രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. പഴയ റോഡുകൾ പൂർണ്ണമായും പൊളിച്ചുമാറ്റി 10 മീറ്റർ വീതിയിലും 7 മീറ്റർ ടാറിങ്ങിലുമാണ് പുതിയ റോഡ് നിർമ്മിക്കുന്നത്. ഇരുവശങ്ങളിലും കാനകളും നിർമ്മിച്ചിട്ടുണ്ട്. പുന്നംപറമ്പ് സെന്ററിലുള്ള കനാൽ പാലത്തിന്റെ 2ാം ഘട്ട നിർമ്മാണവും ആരംഭിച്ചു. റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തും. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ, ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവൻ്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ, രണ്ടല്ല 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് കടുപ്പിച്ച് കെ സുരേന്ദ്രൻ. പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് കടുപ്പിച്ച് കെ സുരേന്ദ്രൻ. 32 വയസ്സിൽ ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ 35 വയസ്സുകാരൻ ജില്ലാ പ്രസിഡന്റ് ആകുന്നതാണോ വിഷയമെന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു. BJPക്ക് ലോവർ ഏജ് ലിമിറ്റില്ല എന്നും സുരേന്ദ്രൻ ആവർത്തിച്ചു. കേരളത്തിൽ BJPക്ക് 34 മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിച്ചുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. 27 ജില്ലാ പ്രസിഡന്റുമാരുടെ നാമനിർദ്ദേശം പൂർത്തിയായി. ഇതിൽ 4 വനിതകളാണുള്ളത്. കാസർഗോഡ് ML അശ്വിനി, മലപ്പുറത്ത് ദീപ പുഴയ്ക്കൽ, തൃശൂർ നോർത്ത് നിവേദിത സുബ്രഹ്മണ്യൻ, കൊല്ലത്ത് രാജി സുബ്രഹ്മണ്യൻ എന്നിവരാണ് വനിതാ ജില്ലാ അധ്യക്ഷന്മാർ. സ്ത്രീ ശാക്തീകരണം BJPക്ക് മുകൾ തട്ടിൽ പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു. 3 ജില്ലാ പ്രസിഡന്റുമാർ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്ത് നിന്നാണെന്നും പട്ടികജാതി സമുദായത്തിൽ നിന്ന് 2 ജില്ലാ അധ്യക്ഷന്മാരുണ്ടെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു.
പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് നടപടികൾ തടഞ്ഞ സുപ്രീം കോടതി. പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് നടപടികൾ തടഞ്ഞ് സുപ്രീം കോടതി. അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശത്തോടു കൂടിയാണ് സുപ്രീം കോടതി അറസ്റ്റ് നടപടികൾ തടഞ്ഞത്. കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പോക്സോ നിയമത്തെ ദുരുപയോഗം ചെയ്ത കേസാണിതെന്നാണ് നടന്റെ അഭിഭാഷകന്റെ വാദം. കുടുംബതർക്കത്തെ തുടർന്ന് നൽകിയ പരാതിയാണെന്നും വാദത്തിൽ പറയുന്നു. 1 മാസത്തേക്കാണ് സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞത്. കഴിഞ്ഞ ജൂൺ 8-നായിരുന്നു കോഴിക്കോട് കസബ പോലീസ് ജയചന്ദ്രനെ പ്രതിയാക്കി കേസെടുത്തത്. 4 വയസ്സുകാരിയെ നഗരപരിധിയിലെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കൂട്ടിക്കൽ ജയചന്ദ്രനെതിരായ കേസ്. 5 വർഷം ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ജയചന്ദ്രനെതിരെ പോലീസ് ചുമത്തിയത്. കേസിൽ മുൻകൂർ ജാമ്യം തേടി നൽകിയ അപേക്ഷ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു. തുടർന്നാണ് അപ്പീലുമായി കൂട്ടിക്കൽ ജയചന്ദ്രൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. റേഷൻ സമരം പിൻവലിച്ചു. തീരുമാനം ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ. റേഷൻ വ്യാപാരികൾ തുടങ്ങിയ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി. എല്ലാ മാസത്തെയും വേതനം 15-ാം തീയതിക്ക് മുമ്പ് നൽകും. ഡിസംബർ മാസത്തെ ശമ്പളം നാളെ നൽകുമെന്ന് ധനമന്ത്രി അറിയിച്ചു. വേതന പരിഷ്കരണം വിശദമായി പഠിച്ച ശേഷം പരിഗണിക്കാമെന്ന് യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. തുടർന്നാണ് സമരം പിൻവലിക്കാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചത്. വേതന പാക്കേജ് പരിഷ്കരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലായിരുന്നു റേഷൻ വ്യാപാരികൾ. അടിസ്ഥാന ശമ്പളം 30,000 രൂപയായി ഉയർത്തണമെന്നായിരുന്നു ഇവർ പ്രധാനമായി ഉന്നയിച്ച ആവശ്യം. നേരത്തെ 2 തവണ മന്ത്രിയുമായി റേഷൻ വ്യാപാരികൾ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ചയിൽ തീരുമാനമാകാത്തതിനാലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ നീങ്ങിയത്. തുടർന്ന് ഇന്ന് വീണ്ടും മന്ത്രി റേഷൻ വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു. ചേംബറിലും ഓൺലൈനിലുമായാണ് ചർച്ചകൾ നടന്നത്. ഈ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ ധാരണയായത്. നേരത്തെ വാതിൽപ്പടി വിതരണക്കാർ നടത്തിവന്ന സമരം സർക്കാരും ഭക്ഷ്യവകുപ്പും ഇടപെട്ട് പിൻവലിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് കടന്നത്. ഈ സമരവും ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. വയനാട് പഞ്ചാരക്കൊല്ലയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. വയനാട് പഞ്ചാരക്കൊല്ലയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. ദൗത്യസംഘമാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. 3 റോഡ് ജംഗ്ഷന് സമീപത്താണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയുടെ ശരീരത്തിൽ രക്തക്കറകളും മുറിവേറ്റ പാടുകളുമുണ്ട്. കഴുത്തിലാണ് ആഴത്തിലുള്ള ഒരു മുറിവുള്ളത്. നരഭോജി കടുവ തന്നെയാണ് ചത്തതെന്നാണ് വിവരം. കടുവയെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പുലർച്ചെ 2:30 കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയതെന്നാണ് പ്രാഥമിക വിവരം. കടുവയുടെ കാൽപാദം പിന്തുടർന്നെത്തിയ ദൗത്യസംഘമാണ് ചത്ത നിലയിൽ കടുവയെ കണ്ടെത്തിയത്. മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിലാകാം കടുവ ചത്തതെന്നാണ് നിഗമനം. ശരീരത്തിലെ മുറിവുകളുടെ സ്വഭാവം കണക്കിലെടുത്താണ് ഇത്തരമൊരു നിഗമനത്തിലെത്തിയത്. സംരംഭകത്വത്തിൽ മുന്നേറി നഗരസഭ. വടക്കാഞ്ചേരി സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി വ്യവസായ വകുപ്പും വടക്കാഞ്ചേരി നഗരസഭയും കൈകോർത്ത് നടപ്പാക്കിയത് 763 സംരംഭങ്ങൾ. 1864 പേർക്ക് വിവിധ സംരംഭങ്ങളിലൂടെ വരുമാനം നേടാനും സ്വയം പര്യാപ്തത കൈവരിക്കാനും കഴിഞ്ഞു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ജനുവരി മാസം വരെ 233 സംരംഭങ്ങളാണ് നഗരസഭയിൽ ആരംഭിച്ചത്. സേവന മേഖലയിലാണ് കൂടുതൽ സംരംഭങ്ങൾ തിളങ്ങിയത്. ഇതിൽ 35% വനിതാ സംരംഭങ്ങളും ആരംഭിക്കാനായി. വ്യവസായ വകുപ്പും നഗരസഭയും നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളും സേവനങ്ങളും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് നഗരസഭയിൽ സംഘടിപ്പിച്ച സംരംഭക സഭ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ മികച്ച സംരംഭകരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ MR അനൂപ് കിഷോർ, MM ജമീല B, PR അരവിന്ദാക്ഷൻ, വ്യവസായ വികസന ഓഫീസർ സജിത മേനോൻ, SBI ചീഫ് മാനേജർ ഗോപിക തുടങ്ങിയവർ സംസാരിച്ചു. 75-ാം റിപ്പബ്ലിക് ദിന വാർഷികം വിവിധ പരിപാടികളോടെ സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ ആഘോഷിച്ചു. 75-ാം റിപ്പബ്ലിക് ദിന വാർഷികം വിവിധ പരിപാടികളോടെ സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ ആഘോഷിച്ചു. സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ദേശീയ പതാക ഉയർത്തി. പ്രശസ്ത സിനി സീരിയൽ നടി C. രമാദേവി, ഉഷ രാമചന്ദ്രൻ എന്നിവർ ദേശഭക്തി ഗാനാലാപനം നടത്തി. പ്രശസ്ത സിനി സീരിയൽ നടൻ N. നന്ദകിഷോർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് വർഗീയത വളർന്നു വരികയാണെന്നും
മതാധിഷ്ഠിത പ്രവർത്തനങ്ങൾ ഭരണകർത്താക്കൾ ചെയ്യുന്നത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാമി പറഞ്ഞ മറുപടി ആ കീഴടക്കാനാണ് ഞങ്ങളുടെ മഹത്വം എന്നാണ്. അപ്പൊ അതുകൊണ്ട് മതത്തിന്റെ പേരിലോ ഒന്നിന്റെ പേരിലോ നമ്മളൊരു ആധിപത്യത്തിന് ശ്രമിക്കാത്തൊരു രാഷ്ട്രമാണ് പ്രാചീന കാലം മുതൽക്ക് ഇന്ത്യ. ഇന്ത്യ ശരിക്ക് പല ചിന്തകളുടെ ഈ പ്ലൂരാലിറ്റി എന്ന് പറയുന്നത് ബഹുസ്വരത. അതെ, ശരിക്കും ബഹുസ്വരത എന്ന് പറഞ്ഞാൽ വേറൊരുത്തന്റെ അല്ലെങ്കിൽ സഹിഷ്ണുത. ഞാനത് മാറ്റി മഹിഷ്ണുത നാക്കി. സഹിഷ്ണുതയിലെ സാമാക്കിയിട്ട് മഹിഷ്ണുത. വേറൊരാളുടെ അഭിപ്രായം അത് വിവേകാനന്ദന്റെ പ്രസംഗം വളരെ ക്ലിയർ ആണ്. We believe not only in universal toleration, but we accept all religions as true എന്നാണ്. ഞങ്ങള് യൂണിവേഴ്സൽ ടോളറേഷൻ മാത്രമല്ല വിശ്വസിക്കുന്നത്, ഞങ്ങളെ എല്ലാ മതങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഈ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇത് ഇടപെടാൻ തുടങ്ങുമ്പോഴാണ് ഈ ഔദ്യോഗിക കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭരണകൂടമാണ്. ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളെ മതത്തിന്റെ പേരിൽ അങ്ങ് സംഘടിപ്പിക്കുമ്പോ ഇവര് പറയുന്നത് കേൾക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് ഒരു കോടതി ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ മതത്തിന്റെ ആളുകളോടൊക്കെ അപ്രീതി വരാത്ത തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. കോടതി ഓർഡർ വരെ ഉണ്ട്. അങ്ങനെയുള്ള ചർച്ചകൾ ഈ കക്ഷി എത്രാം കക്ഷി തർക്കത്തിലായി നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോലും സാധിക്കാത്ത തരത്തിലേക്ക് രാജ്യം മാറുന്നത് അത് അപകടമാണ്. അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. മനുഷ്യന്റെ ബെനിഫിറ്റിന്, ജാതിമത വർഗവർണ്ണങ്ങൾക്ക് അതീതമായിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലകൊള്ളുന്നത്. യഥാർത്ഥത്തിൽ മതത്തിന് അതീതമായ ഒരു ഭരണ സംവിധാനമാണ് വേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഒരു ദശാബ്ദമായി രാജ്യത്ത് വർഗീയ കലാപങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചു വരുന്നതിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. സാമ്പത്തിക അസമത്വവും തൊഴിലില്ലായ്മയും ജനങ്ങളെ അലട്ടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 105-ാം സ്ഥാനത്താണ്. 105 രാഷ്ട്രങ്ങള് നമ്മുടെ രാഷ്ട്രത്തെക്കാൾ ദാരിദ്ര്യം കുറഞ്ഞ രാഷ്ട്രങ്ങൾ 105 രാഷ്ട്രങ്ങൾ നമ്മുടെ മുകളിലാണ്. നമ്മൾ 105-ാം സ്ഥാനത്ത്, വളരെ താഴെയാണ്. സമ്പദ് വ്യവസ്ഥയില് ലോകത്തിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന, അഭിമാനപൂർവ്വം നിൽക്കുന്ന ഇന്ത്യ ദാരിദ്ര്യ സൂചികയില് പോവർട്ടി ഇൻഡെക്സില് 105-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ള ദയനീയത നമ്മൾ മനസ്സിലാക്കി. അതേ സമയത്ത് കേരളത്തില് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി, ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം നവംബർ 1-ാം തീയതി ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ആകെയുള്ളത് കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പ് അനുസരിച്ച് 65,000 പേര് മാത്രമാണ് ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുള്ളവരെ. അത് ഈ നവംബർ 1-ഓടുകൂടി അവരെ ദാരിദ്ര്യം ഇല്ലാതാക്കുകയും അവരെ ദാരിദ്ര്യ ആ രേഖയിൽ നിന്ന്, പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത് അവരെ ഉയർന്ന ലെവലിലേക്ക് ഉയർത്താനും അങ്ങനെ സാധിക്കും എന്നതുകൊണ്ട് കേരളം അങ്ങനെ ദരിദ്രരില്ലാത്ത രാജ്യത്തെ ഏക സംസ്ഥാനമായി മാറാൻ പോകുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം ഈ വേളയിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ സി രാമചന്ദ്രമേനോന് സമഗ്ര സംഭാവനയ്ക്കുള്ള സൗഹൃദം സെന്ററിന്റെ സർഗപ്രതിഭ അവാർഡ് ഡോക്ടർ പുത്തേഴത്ത് രാമചന്ദ്രൻ സമ്മാനിച്ചു. അവാർഡ് ചിത്രം തണുപ്പിന്റെ സിനിമോറ്റോഗ്രാഫർ PS മണികണ്ഠൻ, MA മ്യൂസിക്കൽ 1-ാം റാങ്ക് ലഭിച്ച അനുശ്രീ ദീപക് എന്നിവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. കുറ്റിപ്പുഴ രവി, പ്രൊഫസർ D നീലകണ്ഠൻ, ഉഷ രാമചന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. റിപ്പബ്ലിക് ദിന ചിന്തകൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് TS മായാദാസ് പ്രഭാഷണം ചെയ്തു. നല്ല നല്ല സൗകര്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വന്നു. ഗ്ലാസ് ഹൗസും പെരിസ്റ്റോയ്ക്കും വന്ന് റഷ്യ തകർന്ന് തരിപ്പണമാവുന്നതും ചീട്ടുകൊട്ടാരം പോലെ പോകുന്നതും കാണുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങളും കണ്ടു. ചൈനയെ കുറിച്ചാണ് പിന്നീട് ഞാൻ ഏറ്റവും കേട്ടത്. ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ടാങ്കിനിരയായി എന്ന് കേട്ടപ്പോൾ ദുഃഖിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, നിങ്ങൾ ഏത് രാജ്യം വേണമെങ്കിലും എടുത്തോളൂ. മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യം ബുദ്ധിസ്റ്റുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം. മ്യാൻമാർ, ബർമ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ദാരിദ്ര്യത്തിലാണ്, ദുഃഖത്തിലാണ്, ദുരിതത്തിലാണ്. ഏറ്റവും കൂടുതൽ വംശീയ കലാപങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധത്തിന്റെ നാട്ടിൽ പോലും കലാപങ്ങളും കുഴപ്പങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
അവിടുത്തെ ആങ് സാൻ സൂക്കി എത്ര വർഷമാണ്, 27 വർഷക്കാലം തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗം ജയിലിലായിരുന്നു എന്ന് ആലോചിക്കുക. ശ്രീലങ്കയിലാണെങ്കിൽ പുലികളുടെ ശല്യം ഒന്ന് ഒഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ. തമിഴന്മാർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു പ്രദേശമായി മാറി. നിങ്ങൾ ആലോചിക്കണം, ഈ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് പോയി ശ്രീലങ്കയെ സ്വർണ്ണഭൂമിയാക്കിയ ആളുകളാണ് തമിഴന്മാർ. അവിടുത്തെ ആളുകൾ ജാഫ്ന ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രദേശം മുഴുവൻ ഭൂരിപക്ഷമുള്ള തമിഴ് ഭൂരിപക്ഷമുള്ള ആളുകൾ അവരുടെ സ്വത്വത്തെ പോലും അംഗീകരിക്കാത്ത ആളുകൾ. അങ്ങനെ വിവിധ രാജ്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു, റഷ്യയെ പറ്റി നമ്മൾ പറഞ്ഞു, അതുപോലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളെ പറ്റി, ചൈനയെ പറ്റി പറഞ്ഞു, നമ്മുടെ നേപ്പാളിനെ പറ്റി ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറയേണ്ട ഒരു രാജ്യം ബംഗ്ലാദേശാണ്. കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭവും അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും ഷെയ്ഖ് ഹസീനയ്ക്ക് നാട് വിട്ടു പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായി. നിങ്ങൾക്കറിയാം, അവിടെ നടക്കുന്ന വംശീയ കലാപങ്ങളും അവിടെ നടക്കുന്ന ബുദ്ധിമുട്ടുകളും. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഒരല്പമെങ്കിലും ഭേദമല്ലേ എൻ്റെ നാട്? ഡെമോക്രസി എന്ന് പറയുന്ന ഒരു പദം, ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പദത്തിന് അർത്ഥം എന്താ? നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. രാജവാഴ്ചയാണ് നല്ലത് എന്ന് പല ആളുകളും പറയാറുണ്ട്. രാജവാഴ്ചയാണ് നല്ലത്, ഒരർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കാണുമ്പോൾ ഇത് രാജാവ് നിർമ്മിച്ചതാണ് എന്ന് പറയുമ്പോൾ 150 വർഷം കഴിഞ്ഞും ആ ബിൽഡിങ്ങിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ജനാധിപത്യ ഭരണത്തിൽ ആ ബിൽഡിങ് 10 വർഷം കഴിയുമ്പോഴേക്കും പൊടിഞ്ഞ് പപ്പട കഷ്ണം മാതിരിയായി. എന്തുകൊണ്ട്? റിപ്പബ്ലിക്കിനെ നേരിടുന്ന ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്ന അഴിമതിയാണ്. സുമാർ അലീക്കോട് പറഞ്ഞ മാതിരി ജനങ്ങളുടെ പണം മോഷ്ടിച്ച് പ്രതിയായി ജയിലിൽ കിടക്കുന്നവരാണ് ജനപ്രതിനിധി. സുമാർ അലീക്കോടിന്റെ വാചകമാണ്. അങ്ങനെ പണം മോഷ്ടിക്കുന്ന ആളുകളായി മാറിയത് കൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയക്കാരോട് ആളുകൾക്ക് പുച്ഛമുണ്ടായത്. ഉണ്ണികൃഷ്ണൻ വീരിപ്പാക്ക, KS സിദ്ദിഖ് ചർച്ചയിൽ പങ്കെടുത്തു. അവാർഡ് ജേതാക്കളായ C രാമചന്ദ്രമേനോൻ, PS മണികണ്ഠൻ, അനുശ്രീ ദീപക് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് നടന്ന കവിയരങ്ങ് റഷീദ് പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. സ്വപ്നശ്രീ, സുരേഷ് കുമാർ പാർലിക്കാട്, ഭാനുമതി ഉണ്ണികൃഷ്ണൻ, രവീന്ദ്രൻ ഇരിങ്ങാലക്കുട, PG പുതുരുത്തി, നിഖിൽ VM, സാലി തോമസ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ദേവകി ചെമ്പുക്കാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ കൺവീനർ TN നമ്പീശൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ ജോൺസൺ കുന്നമ്പിള്ളി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് പദവി നൽകി കോൺഗ്രസ്. അധ്യാപക നിയമനത്തിന് മാനേജ്മെന്റ് 1 കോടി രൂപ വരെ കൈക്കൂലി വാങ്ങുമെന്ന് G സുധാകരൻ. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി CN മോഹനൻ തുടരും. മച്ചാട് മാമാങ്കത്തിന് നക്ഷത്രപന്തൽ ഒരുക്കുന്നു. കാൽനാട്ടുകർമ്മം നടന്നു. പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ പങ്കെടുത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ. പുന്നമ്പറമ്പിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞു. PG വാഴാനി ടൂറിസം പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.